ഉത്തരാഖണ്ഡിൽ നിന്ന് ഇന്ന് വന്നൊരു പത്രത്തിൽ കണ്ടൊരു വാർത്തയായിരുന്നു. വെള്ളം, ഒരു കൂജയിൽ നിന്ന് ഇച്ചിരി വെള്ളം കുടിച്ചതിന് ദളിത് സഹോദരങ്ങളെ ക്രൂരമായി മർദ്ദിച്ചത്. നട്ടലിനും ബൂട്ട്സ് ഇട്ട് ചവിട്ടിയും ക്രൂരമർദ്ദനം, അതും ഒരു വെള്ളം കുടിച്ചതിൻ്റെ പേരിൽ. ഇപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിലും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇങ്ങനെ തമ്മിൽ തല്ലുകയും കൊല്ലുകയും ചെയ്യുന്നത് ശരിക്കും ഒരു വിരോധാഭാസം തന്നെയല്ലേ? വിരോധാഭാസമല്ല, അവിടെ ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ആ ഒരു സവർണ അവർണ തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, അല്ലെങ്കിൽ ഒരു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നടന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ബീഹാറിൽ നിന്ന് വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയ നാരങ്ങ പറിച്ചതിന് 12-കാരനെ മർദ്ദിച്ചു കൊന്നു. ആൾക്കൂട്ട കൊലപാതകം ഏറ്റവും ഒരു സാധാരണ സംഭവം പോലെ, അതായത് മോഷണം പോലുള്ള ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ് ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. ജാതിയെക്കുറിച്ച് പറയുന്നതിന് പകരം, അല്ലെങ്കിൽ ഗോമാതാക്കളെക്കുറിച്ച് പറയുന്ന ഈ സോകോൾഡ് രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളും കാര്യങ്ങളും ഒന്നും ഈ താഴ്ന്ന ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു വിരൽ പോലും അനക്കാൻ ആളില്ല, ഒരു നേതൃത്വമില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. നമ്മുടെ കേരളത്തിൽ മധുവിനെ കൊന്ന കേസുണ്ടല്ലോ, അറിയാലോ, ആൾക്കൂട്ട കൊലപാതകം. അപ്പോൾ അവിടെ നോർത്തിൽ നിന്ന് ഒരു വലിയൊരു ക്യാമ്പയിനാണ് നടന്നത്. കേരളത്തിൽ ഇതാ കണ്ടില്ലേ, നിങ്ങളുടെ സാക്ഷരത കേരളത്തിൽ കണ്ടില്ലേ, ഒരു ആദിവാസി യുവാവിനെ മർദ്ദിച്ച് കെട്ടി ആൾക്കാർ തല്ലിക്കൊന്നു. അതിനെതിരെ നമ്മുടെ കുമ്മൻ രാജശേഖരൻ അദ്ദേഹം സ്വയം തോർത്തുകൊണ്ട് കെട്ടി മധുവിനെ പോലെ ആദിവാസി വിഭാഗത്തിന് വേണ്ടി ഐക്യം എന്ന രീതിയിൽ ഒരു പ്രഹസനമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇവരുടെ ഒന്നും കണ്ണിലുടക്കാത്ത കുറച്ച് സംഗതികളാണ് ആ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഈ ഓരോ ദിവസേന നടക്കുന്ന ഓരോ കാര്യങ്ങൾ. അതായത് ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇവർ ജാതി പറഞ്ഞ് ഈ ദളിതിനെ മേളിലേക്കുള്ള ഒരു കടന്നുകയറ്റം, അതിന് ഇതുവരെ ഒരു പ്രതിസന്ധി ഇല്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. നമ്മൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പം ജാതിയായാലും ജാതിയുടെ പേരിൽ നമുക്ക് സംവരണം നൽകുന്നതിനെ പറ്റി. ഇപ്പോഴും കുറേ പേര്, ഞാനും ഒരു കാലത്ത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എന്തിന് സംവരണം, പഠിക്കുന്ന കുട്ടികൾ കിട്ടാതെ ഇവർക്ക് എന്തിനു കൊടുക്കുന്നു. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് വരുമ്പോഴാണ് നമ്മുടെ കേരളത്തിൽ ഇല്ലാതെ ഉള്ള ഒരു കാര്യമേ ഉള്ളൂ. പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു ഒരു മനുഷ്യനാണെന്നുള്ളൊരു പരിഗണന പോലും നൽകാതെയാണ് അവിടെയുള്ളൊരു തല്ലിക്കൊല്ലുന്നതും കൊലപാതകമൊക്കെ. നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ജാതിക്കാട് ഇറക്കുന്ന ഓരോ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതുപോലുള്ള അപൂർവമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന ഒരു ഹർത്താൽ ഓർമ്മയുണ്ടല്ലോ, നിതിൻ രാജിന്റെ മരണത്തിന് വേണ്ടി SC/ST നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ദളിത് സംഘടനകളുടെ പേരിൽ നടത്തിയ ഒരു ഹർത്താൽ. അപ്പോൾ അതിൽ ആ ഹർത്താലിനെ പ്രതികൂലിച്ച് സംസാരിച്ച ഒരു വിഭാഗത്തിനെ ഇവർ പറയുകയാണ്, ഞങ്ങൾ ദളിതനെ തൊട്ടാൽ നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അവരതിനെ ഒരു ജാതിക്കാർഡ് ഇറക്കി, അല്ലെങ്കിൽ ഒരു വിക്ടിം കാർഡ് ഇറക്കിയുള്ള ഒരു പ്രചരണം, അല്ലെങ്കിൽ അവർക്കെതിരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ പറയുകയും ചെയ്യും, ഞങ്ങളെ ദളിതിനെ അടിച്ചമർത്തുന്നു, കേരളത്തിലും അടിച്ചമർത്തുന്നു എന്ന് പറയുന്നത്. സാക്ഷരത നേടിയ കേരളത്തിൽ ഒരുപക്ഷെ ഈ ദളിത് കാർഡ് ഇറക്കിയുള്ള ഒരു പ്രഹസനം അത് നിർത്തേണ്ട ഒരു സമയം അതിക്രമിച്ചിട്ടുണ്ട്. അയ്യങ്കാളിയും അംബേദ്കറും ഒക്കെ ജാതിക്ക് വേണ്ടി എതിരെ പോരാടി ഒരു വിധമൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചപ്പോൾ അതാ വീണ്ടും പഴയ കാലത്തിലേക്ക് പോവാം. അയൽ രാജ്യങ്ങളൊക്കെ AI-ലും മറ്റും ഒക്കെ മുന്നോട്ട് പോകാൻ നോക്കുമ്പോൾ ഇവിടെ ഇപ്പോഴും ജാതി മതം ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ചാവുക, അത്ര തന്നെ ചിന്തിക്കുന്നുള്ളൂ. അല്ലാണ്ട് വളരണമെന്നൊന്നും ആർക്കും ഇവിടെ ഒരു ആഗ്രഹം ഇല്ലാത്തതാണ് കാണുന്നത്. മുന്നേറണമെന്ന് വിചാരിക്കാത്തിടത്തോളം കാലം ഈ ജാതിക്കാട് ഇറക്കിയുള്ള ഒരു പ്രഹസനം അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതലുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ആസ്തിവകളും സ്വത്തും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സൗകര്യം കാര്യങ്ങളും ഉള്ളത് ഉയർന്ന ജാതിക്കാർക്കാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വഴി നടക്കലിനെ കുറിച്ചൊരു കോൺട്രവേഴ്സി ഉണ്ടല്ലോ, അതായത് താഴ്ന്ന ജാതിക്കാരന് ഉയർന്ന ജാതിക്കാരൻ്റെ വഴി നടക്കാൻ പാടില്ല. അതേ ഒരു കേരളത്തിൽ 16-ാം നൂറ്റാണ്ടിൽ വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴും നോർത്തിൽ തന്നെ നിൽക്കുന്നത്. നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ എന്താണ് നടക്കുന്നത്? SIR വഴി വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തു. ആ വോട്ട് നീക്കം ചെയ്തവരുടെ റേഷൻ പശ്ചിമ ബംഗാൾ ഗവൺമെൻറ്, BJP ഗവൺമെൻറ് അത് നിർത്തലാക്കി. അവർക്കിനി സാധാരണ ക്ഷേമ പെൻഷനോ അല്ലെങ്കിൽ ക്ഷേമ വികസനങ്ങളുടെ ആ ഒരു അതിലൊരു
അധികാരവുമില്ല. അതുകൊണ്ടാണ് ഈ SIR-ൻ്റെ ഒരു ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് വന്നത് ഈ ഒരു വെസ്റ്റ് ബംഗാളിലെ ഇപ്പോൾ റീസെൻ്റായിട്ട് കാണുന്നതാണ്. എല്ലാവരും കേരളത്തിൽ BJP വരണമെന്ന് പറയുന്ന അവസ്ഥ, ഇനി BJP കേരളത്തിൽ വന്ന ഇതിൻ്റെ അപ്പുറമായിരിക്കും നമ്മളുടെ ഓരോരുത്തരുടെ അവസ്ഥ. കേരളത്തിൽ BJP വരണമെന്ന് പറയുന്നവർ ഒന്ന് വെസ്റ്റ് ബംഗാളിലേക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള ആസാം പോലുള്ള സംസ്ഥാനങ്ങളിലേക്കോ ഒന്ന് നോക്കിയാൽ മതി. ആ ആസാമിലെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് നമ്മുടെ കേരളത്തിൽ അനുഭവിക്കണോ എന്നൊരു ചോദ്യം ഇവരോട് ചോദിക്കുക. ഒരുപക്ഷെ അവർ പറയും ഞങ്ങൾക്കിതിൽ പെടുന്നല്ലോ, ഞങ്ങളിതിൽ ഈ ഒരു വിഭാഗത്തിൽ പെടുന്നവരല്ലോ, ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവർ അങ്ങോട്ട് പൊക്കോട്ടെ എന്നുള്ള രീതിയിലുള്ള ഉയർന്ന ജാതി പിടിച്ചുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരുണ്ടല്ലോ, ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു വിഭാഗം. ആ ഒരു വിഭാഗങ്ങളെ ഒരുപക്ഷെ ഈ ഒരു പ്രതിസന്ധികളൊന്നും ബാധിക്കണമെന്നില്ല. ജാതിയുടെ മതത്തിൻ്റെ പേരിലല്ല, ഭക്ഷണത്തിൻ്റെ പേരിൽ വരെ നമുക്കിപ്പോൾ ബീഫ് കഴിക്കുന്നതിനാണല്ലോ നമുക്കിപ്പം കേരളത്തിനെതിരെ ഇത്രയും പ്രശ്നം വരുന്നത്. ഭക്ഷണത്തിന് പോലും വില നൽകുന്ന അവർ മനുഷ്യന് നൽകുന്നില്ല എന്നുള്ളത് തമാശ തന്നെയാണ്. മൃഗസ്നേഹികളായ ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അതായത് 10 മനുഷ്യൻ ചത്താലും ഒരു നായ പോലും ചാവരുത് എന്നുള്ളൊരു വിചാരവുമായിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ പശുവിനെ ഗോമാതാവായിട്ട് കാണുന്ന, മനുഷ്യനെ പുഴുവിന് തുല്യമായിട്ട് കാണുന്ന ഒരു നീചരായ ഒരു സമൂഹം. ആ നീചരായ സമൂഹത്തിൻ്റെ കാട്ടിക്കൂട്ടലുകളുടെ ഫലമായിട്ടാണ് ഇന്ത്യ ഇപ്പോഴും പിന്നോക്കം നിൽക്കുന്നതെന്നാണ് മറ്റൊരു സത്യം. ഇടയ്ക്കൊന്ന് ജാതിയുടെ മതത്തിൻ്റെയൊക്കെ പ്രശ്നം കുറഞ്ഞു വന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു BJP എന്നുള്ളൊരു ഒരു പാർട്ടി മുന്നോട്ട് വരാൻ തുടങ്ങിയപ്പോഴാണ് തോന്നുന്നു ഇതിൻ്റെ ആഴം കൂടിയതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം. BJP എന്ന് ഒരു പാർട്ടിയെ പറ്റി നമ്മൾ അറിയാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് ജാതി മതത്തിൻ്റെ പേരിൽ കലഹവും പ്രശ്നവും, ബാബറി മസ്ജിദ് പൊളിച്ചതും ഒക്കെ തന്നെ ഈ BJP എന്നുള്ളൊരു പാർട്ടി വന്നതിന് ശേഷമാണ്. ഒന്നുകൂടെ മനുഷ്യൻ്റെ മനസ്സിൽ എത്രയും വിഷം കുത്തിവെക്കാൻ പറ്റുമോ അത്രത്തോളം വിഷം കുത്തിവെക്കാൻ നോക്കുന്ന ഒരു പാർട്ടി തന്നെയാണിത്. അതിനോട് ആഭിമുഖ്യം കൊടുക്കുന്ന ഹിന്ദുത്വവാദികൾ അല്ലെങ്കിൽ ഹിന്ദുത്വ സംഘടനകൾക്ക് ആകെ ഒരൊറ്റൊരു വിചാരം, അല്ലെങ്കിൽ അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കുക എന്നുള്ള ഒരു വിചാരം. ആ ഒരു വിചാരത്തിലൂടെ മാത്രമാണ് ഇപ്പോൾ ഈ ചെയ്തു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളെല്ലാം നമ്മളെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇതിന് മുന്നിൽ നിൽക്കുന്നതാണ് ഒരു തമാശ തന്നെ. നമ്മളെ അബ്ദുൽ കലാം പോലുള്ള ഒരു പ്രസിഡന്റും ഒക്കെ നിന്നിരുന്നൊരു സ്ഥലമായിരുന്നു നമുക്ക്. പക്ഷെ ഇപ്പം ജാതിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. ഇന്ത്യയിലെ സെക്യുലറിസം തകരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ നോർത്തിൽ നടക്കുന്ന ഈ ജാതി അധിക്ഷേപങ്ങളും വംശീയ അധിക്ഷേപങ്ങളും, അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന കലാപങ്ങളും കൊലപാതകങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളും എല്ലാം ഈ ഒരു സെക്യുലറിസം ഉയർത്തിപ്പിടിച്ച് ഒരു BJP അവരുടേതായിട്ടുള്ള സെക്യുലറിസം പറയുന്നുണ്ട്. അവരുടേതായിട്ടുള്ള അവകാശങ്ങളോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വാദങ്ങളോടോ നമ്മൾ ആഭിമുഖ്യം കൊടുത്തില്ല എങ്കിൽ, അവരെ നമ്മൾ പിന്തുണച്ചില്ല എങ്കിൽ അവിടെ നമ്മൾ വർഗീയവാദിയാവും. ഒരു പക്ഷേ തീവ്രവാദിയാക്കി നമ്മളെ നാട് കടത്താൻ വേണ്ടി പറയുകയും ചെയ്യും. ഹിന്ദുത്വത്തിനെതിരെ ആര് പറഞ്ഞാലും അവർ തീവ്രവാദിയാണ് അവരുടെ കണ്ണിൽ, അവർക്ക് തീവ്രവാദി. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ പറയുന്നല്ലോ, ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് കമൻറ്റിൽ പോലും പറയുന്ന ഓരോ കമൻറ്റുകളുണ്ടാവും. അത് ആ ഒരു കമൻറ്റ് ബോക്സ് നമ്മൾ എടുത്തു നോക്കിയാൽ കാണാം, ഈ നമ്മൾ BJPക്കെതിരെ അല്ലെങ്കിൽ ഈ വർഗീയതക്കെതിരെ അല്ലെങ്കിൽ ഈ ജാതീയതക്കെതിരെ പറഞ്ഞാൽ ആ പറഞ്ഞവനെ തിരിച്ച് തീവ്രവാദിയാക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു ഒരു വിഭാഗമുണ്ട്. അവർ മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല, ഒരു വിഭാഗം, ഒരു കൂട്ടം, ബഞ്ച് ഓഫ് ഇഡിയറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇനി ഇതുപോലെ ഇതിനെതിരെ ആൾക്കാർ പ്രതിഷേധിക്കാനോ ഇതിനെ തെറ്റാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആരെങ്കിലും മുന്നിട്ട് നിന്നാലോ ചിലപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു അന്ത്യം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്. ഒരിക്കലുമില്ല. നമ്മുടെ രാജ്യത്ത് ജാതി മതം അതുപോലുള്ള ഒരു ഫാക്ടർ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതുപോലുള്ള അക്രമങ്ങൾ തുടരും, ആൾക്കൂട്ട കൊലപാതകങ്ങളുണ്ടാവും, താഴ്ന്ന സമുദായങ്ങളോട് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അടിച്ചമർത്തലുകളുണ്ടാവും. അതൊന്നും ഈ ഒരു ജാതി മതം ഉള്ളിടത്തോളം കാലം അവസാനിക്കാൻ പോകുന്നില്ല.